രേണു സുധി സോഷ്യൽ മീഡിയ എന്നൊരു മായ ലോകത്തിലേക്ക് വീണിട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇവരെ തോന്നുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കാണും, വിമർശിക്കുന്ന ആൾക്കാരെ കാണും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടായിരിക്കാം ഇവർ വീണ്ടും വീണ്ടും ഇവരെ ഒരു ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് തന്നെ സ്വന്തം ജീവിതം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഏതൊരു വസ്തുവിനും ഒരു നല്ല സൈഡും കാണും, ഒരു മോശം സൈഡും കാണും. സോഷ്യൽ മീഡിയ അതുപോലെ തന്നെയാണ്. നമ്മൾ നല്ലപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു സൈഡ് കാണും, പക്ഷെ അത് മോശമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊരു മോശം സൈഡും കാണും. അപ്പോൾ ആ ഒരു മോശം സൈഡ് മാത്രം സെലക്ട് ചെയ്ത് റീച്ചിന് വേണ്ടിയിട്ട് മാത്രം സ്വന്തം ലൈഫ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു സുധി. ഇനി ഒരു കാരണം വെച്ചാലും ഇവർക്ക് അതിൽ നിന്ന് കയറി വരാൻ പറ്റത്തില്ല, കാരണം അതിലേക്ക് വീണ് കഴിഞ്ഞു. കാരണം ആ ഒരു സോഷ്യൽ മീഡിയ എന്നൊരു ചതിക്കുഴി ഉണ്ടല്ലോ, അതിലേക്ക് ഇവർ വീണ് കഴിഞ്ഞു. ഒരു കാരണം വെച്ചാലും ഇവർക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല എന്നൊരു തെളിവാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇവരൊരു ദുബായിലേക്ക് കണ്ട ഒരു ബാറിൻ്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ബാറിൽ ഡാൻസ് കളിച്ച് നിൽക്കുന്ന ഒരു വീഡിയോസും അതുപോലെ അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിയാണ്, ഇപ്പം ഇവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരെ പ്രൊഫഷണലി അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്ത് ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരുപാട് ആൾക്കാർ കാണും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ രേണു സുധി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഈ ജനങ്ങൾ ഇപ്പം ഇവരെ വിമർശിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോഴും കുറേ ആൾക്കാർ വിമർശിക്കുന്ന ആൾക്കാർ മുമ്പേ ഈ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഈ രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ഒരുപാട് ആളുകൾ മുമ്പോട്ട് വന്നിരുന്നു. പക്ഷെ അന്ന് അവരെ ഈ സോഷ്യൽ മീഡിയ എന്നൊരു മായാലോകത്തിലേക്ക് വീണിട്ടില്ലായിരുന്നു. ഇന്നിപ്പം നമുക്കറിയാം, ഇപ്പം ഇവരൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിച്ചു കൂട്ടുന്നതെല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണ്. റീച്ച് ഉണ്ടാക്കി അതിലൂടെ പണം കണ്ടെത്തുക. അപ്പം അതിലൂടെ പണം കണ്ടെത്തുന്നതിലൂടെ അവർക്ക് അവിടെ നഷ്ടമാവുന്നത് അവരെ ഒരു നല്ലൊരു ലൈഫാണ്. ആൾക്കാരെ കണ്ണിൽ അവരെ കാണുന്ന ഒരു രീതിയുണ്ട്. രേണു സുധി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പം റീച്ച് ഉണ്ടാവും, ചിലപ്പം ഇതുപോലെ പ്രൊമോഷൻസ് കിട്ടും, പൈസ വരും. പക്ഷേ അവരെ ലൈഫിൽ മറ്റുള്ളവർ കാണുന്ന ഒരു ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ളൊരു ചിന്താഗതിയുണ്ട്. ആ ചിന്താഗതി ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തേയില്ല. ഇപ്പം ഇവരെ ഒരുപാട് പ്രോഗ്രാമിന് വിളിക്കുന്നുണ്ട്, ഇനാഗുറേഷന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വിളിക്കുന്നത് ഇവർ വിചാരിക്കുന്ന ഇവരെ ഈ പറഞ്ഞിട്ടുള്ള ഇവരെ ഒരു ഫെയിം കണ്ടിട്ടാണ്, ഇവരോടുള്ള സ്നേഹം കണ്ടിട്ടാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലുമല്ല. ഇവരെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കി അവർക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരിവരെ വിളിക്കുന്നത്. കാരണം ഇന്ന് പഴയ ഒരു സ്റ്റേജ് പോയി. പണ്ടത്തെ പോലെ അല്ല ഇപ്പം ആരെയായാലും, ഇപ്പം ഒരാൾക്ക് നെഗറ്റീവാണോ അല്ലെങ്കിൽ ഒരാൾക്ക് പോസിറ്റീവാണോ എന്നൊന്നും ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ആരാണെങ്കിലും ആരെ ഒരു പ്രോഗ്രാമിനെ കൊണ്ടുവന്നാലും അവിടെ കാണാൻ ജനങ്ങളുണ്ടാവും. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ചതിക്കുഴിയിലേക്ക് വീണിട്ട് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ ഒരു രേണു സുധീനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാനും വീഡിയോ ഇട്ടിട്ടുള്ള ആളാണ്. ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള ആളായിരുന്നു. പക്ഷേ പിന്നെ ഇവരെ ഒരു പോക്ക്, കാരണം അത് വേറൊരു തലത്തിലേക്കാണ് എന്ന് കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളാർക്കും ഒരു മനുഷ്യനും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഇവരൊക്കെ ഒരുപാട് പേര് സഹായങ്ങളുമായിട്ടും ജോലി വാഗ്ദാനങ്ങൾ ചെയ്തിട്ടും ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് അതൊന്നുമല്ല വേണ്ടുന്നത് എന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാമായിരുന്നു. നല്ല നല്ല ജോലികൾ ഇവർക്ക് ഒരുപാട് പേര് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജോലി കൊണ്ട് ഇവർക്ക് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാറുണ്ട്. ജനങ്ങൾ ഇത് ഇപ്പം കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തും സ്നേഹം കൊടുത്തും ഇവരെ നിലനിർത്തിയനെ. ഇപ്പം ഇവർ കാണിക്കുന്ന എന്തൊക്കെയാണ്? ബാർ ഉദ്ഘാടനത്തിന് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നിലയും വിലയും കളഞ്ഞിട്ട് ആ രീതിയിലാണ് റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്കും വേണ്ടിയിട്ടും ഇവരിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ ഉള്ളുന്ന ധാരണയിലാണ് ഇവരിതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവരെ ഈ കുഴിയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാരണം വെച്ചാലും ഈ രേണു സുധിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരതിലേക്ക് വീണ് കഴിഞ്ഞു. കൊല്ലം സുധി മരിച്ചതിന് ശേഷം വളരെ മാന്യമായിട്ടാണ് ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞുള്ളൊരു വ്യക്തിയുടെ കൂടെ ചേർന്നിട്ടാണ് ഇവരൊരു റീൽസിനകത്ത്
റീൽസിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിലിട്ട് അവിടുന്ന് വൈറലായിട്ട് അതിലൂടെയാണ് പിന്നെ ഇവർ ഈ സോഷ്യൽ മീഡിയ എന്നൊരു രംഗത്തേക്ക് വരുന്നതും. അവിടെ നിന്ന് ഇവർക്ക് നല്ല രീതിയിൽ ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ തിരഞ്ഞെടുക്കുന്നത് റീച്ച് കിട്ടിയിട്ട് അതിലൂടെ കിട്ടുന്നൊരു റീച്ചും അതിലൂടെ കിട്ടുന്നൊരു പൈസയും മാത്രം ഫോക്കസ് ചെയ്ത് എങ്ങനെയും ഏത് രീതിക്കും എന്തും ചെയ്യാം എന്നുള്ള രീതിക്ക് എന്തും തഴന്താരുന്ന പരിപാടിയും ചെയ്യാം എന്നുള്ളൊരു ധാരണയിലേക്ക് വരെ ഇവർ എത്തിച്ചേർന്നിരിക്കുന്നു. അതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി ഈ ഒരു സോഷ്യൽ മീഡിയ എന്നൊരു ചതിക്കുഴിയിൽ വീണ് കഴിഞ്ഞു. കാരണം ഇനി ഇവരെ തിരിച്ച് കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. വാതോരാതെ മക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന രേണുസുതിയെ നമ്മൾ പല ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്, പല ഇൻ്റർവ്യൂസിനകത്ത് കണ്ടിട്ടുണ്ട്. എന്തിനു പറയാം, ബിഗ് ബോസിൽ പോയിട്ട് തന്നെ മക്കളെ കാണാൻ പറ്റാത്തത് കൊണ്ട് മക്കളെ കാണാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടിട്ടുള്ള സങ്കടം കാരണം ആ ഒരു ഡ്രോമ കാരണം അവിടുന്ന് പുറത്തേക്ക് വരുന്നൊരു രേണുസുതിയാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പം അങ്ങനെ അത്രയും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അമ്മ ഇതുപോലുള്ള ഈ പ്രവൃത്തികളിലേക്ക് പോകുന്ന സമയത്ത് ആ മക്കൾക്കുണ്ടാകുന്ന നാളെ ആ മക്കൾ വളർന്ന് വലുതായിട്ട് ആ മക്കൾ കാണുമ്പോഴുള്ള ആ മക്കൾ മനസ്സിലാക്കുമ്പോഴുള്ള അവരെ വികാരം എന്താവും എന്ന് ഈ രേണുസുതി മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പം ചിലപ്പോൾ ഇവർക്ക് ഈ ഒരു ഫ്രെയിമും അല്ലെങ്കിൽ ഈ ഒരു റീച്ചും ഈ ഒരു ഇതിൻ്റെ പേരിൽ കിട്ടുന്ന പൈസയും മാത്രമായിരിക്കും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നാളെ ഒരു സമയം മക്കൾക്ക് വേണ്ടിയിട്ട് വാതോരാതെ സംസാരിച്ചിരുന്ന രേണുസുതി ഈ മക്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൂടെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം ഇവർക്ക് ഈ പറയുന്നുള്ള ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ജനങ്ങൾ നല്ല രീതിയിൽ ഇവർ സപ്പോർട്ട് ചെയ്ത് തന്നെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. എന്തിന് പറയുന്നു, സുധിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇവർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ഫോളോ ചെയ്തു അതും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇവർക്ക് പോയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇവർക്ക് ജീവിച്ചിട്ടായിരുന്നു. ജനങ്ങളെ മുമ്പിൽ നല്ല രീതിയിൽ നല്ല അംഗീകാരത്തോടെ ഇവർക്ക് ജീവിക്കായിരുന്നു. പക്ഷേ രേണുസുധിയെ ഇപ്പം ഒരുപാട് ആൾക്കാർ കാണുന്നത് കാരണം ആ വേറൊരു കണ്ണിലൂടെയാണ്. ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാർ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവരെ ഈ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തിരിച്ചു കയറി വരാൻ പറ്റാത്തുള്ള രീതിയിലേക്കാണ് ഇവരെ തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് അത് മനസ്സിലായിട്ടും അത് മനസ്സിലാവാത്ത പോലെയാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഇനി ഇവരെ ഞാൻ പറഞ്ഞല്ലോ പഴയൊരു ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പറ്റുമായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ പോയി നിൽക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് ദിവസം മാത്രമേ ഇവർ ബിഗ് ബോസിനകത്ത് നിന്നിട്ടുള്ളൂ. ആ ദിവസങ്ങളിൽ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയേനെ. പക്ഷേ അവർക്ക് വേണ്ടുന്നത് വേറൊരു ലോകമാണ്. സോഷ്യൽ മീഡിയ എന്നൊരു ജാല ലോകമാണ് അവർക്ക് വേണ്ടുന്നത്. ബിഗ് ബോസ് പോലൊരു ലോകമല്ല അവർക്ക് ഇനി വേണ്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവിടുന്ന് അവർ പുറത്തു വരുന്നതും. പുറത്തു വന്ന ശേഷം അവർ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു അധികം ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ അവർ പ്രോഗ്രാമിലും അതുപോലെ ദുബായിലേക്കും പോയി കഴിഞ്ഞു അല്ലേ, ഒരു ബാറിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട്. കാരണം ഈ രേണുസുതി തന്നെയാണ് ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞത്, കാരണം ഞാൻ ഡ്രോമയിലാണ്, കാരണം ഒരുപാട് ദിവസങ്ങൾ എടുക്കും ഇനി തിരിച്ചു വരണോ എന്ന് പറഞ്ഞിട്ടുള്ള രേണുസുതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇവർക്ക് പഴയ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ വീട്ടിൽ. നമ്മൾ ഈ മൊബൈലും അതുപോലെ ടി വിയും ഇതൊന്നും ഇല്ലാത്തിരുന്ന ഒരു കാലത്ത് ജീവിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവർക്ക് ഇനി ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എന്നൊരു മാന്ത്രിക ലോകത്തേക്ക് വീണ് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് യോജിച്ചു പോകുന്നൊരു രേണുസുതിയായിട്ടാണ് ഇവർക്കിപ്പം ഇവരെ മനസ്സിനെ ഇവർ പാകപ്പെടുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഇവരെ ഇനി തിരുത്താനോ അല്ലെങ്കിൽ ഇവരെ നേർവഴിക്ക് കൊണ്ടുവരാനോ നമുക്ക് ആർക്കും സാധിക്കത്തില്ല, നമുക്ക് സാധിക്കത്തേയില്ല. കാരണം ഇവരെ പറ്റിയിട്ട് ഒരുപാട് വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുള്ള ആളാണ്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മളെ വിമർശനങ്ങൾക്കും ഒരു ബൗണ്ടറി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രേണുസുതി. കാരണം ഇനി ഇവരെ എത്ര വിമർശിച്ചിട്ടും ഒരു കാര്യവുമില്ല. കാരണം അവരുടെ ലോകത്തേക്ക് പോയി കഴിഞ്ഞു.